ഫ്യൂച്ചർ പ്രൊജക്ട്സ്? ഞാൻ അറിയാലോ, ബോംബെയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹിന്ദിയിലൊക്കെ അഭിനയിക്കണം. പക്ഷെ അഭിനയിച്ചു അവസാനം. അങ്ങനെ ഇപ്പോൾ 3 ബോളിവുഡ് ഫിലിംസ് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ ഫിലിം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ മദ്രാസ് കഫയാണ് ആദ്യം ചെയ്തത് ജോൺ അബ്രഹാമിൻ്റെ ഒപ്പം. പിന്നെ നസറുദ്ദീൻ ഷായുടെ ഒപ്പം ഒരു പടം ചെയ്തു, വെയിറ്റിംഗ് എന്ന് പറഞ്ഞ്, കൽക്കി കൊൽഷീനൊക്കെ ആയിട്ട്. പിന്നെ 3ാമത്തെ ചെയ്ത് ഷെഫ് സെയ്ഫ് അലി ഖാൻ്റെ ഒപ്പം. ഇപ്പോൾ 4ാമത്തെ ഫിലിം റോക്കറ്ററി എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. മാധവൻ ആണ് ലീഡ് ആക്ടർ, മാധവൻ തന്നെയാണ് ഡയറക്ടർ. അത് നമ്മുടെ നമ്പി നാരായൺ സാറിന്റെ ബയോപിക് ആണ്. അത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷാറൂഖ് ഖാനും സൂര്യയൊക്കെ ഉണ്ട് ആ ഫിലിംസിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട്. അതാണ് ഇപ്പോൾ 4ാമത്തെ ബോളി. അതിപ്പോൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ബാക്കി അറ്റ്മോസ്ഫിയർ അവിടെയും ഡിഫറൻസ് ഉണ്ടോ? അല്ല, അവർ കുറച്ചും കൂടി അവർക്കൊരു മണി പവർ ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം കുറച്ച് കൂടും. പക്ഷെ നമ്മൾ ചുരുങ്ങിയ ദിവസത്തിനുള്ള അതിനേക്കാളും കൂടുതൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ആളുകളാണ്. അവർ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടി മാൻ പവർ കൂട്ടി അങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഹ്യൂജ് സെറ്റപ്പുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും മണി ഇൻവോൾവ് ആയതുകൊണ്ട്. നമ്മുടെ ചെറിയൊരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇൻഡസ്ട്രി നോക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി ലെവലിൽ നമ്മൾ ഒത്തിരി മുകളിലാണ്. പക്ഷെ അവരുടെ സെറ്റപ്പുകളൊക്കെ വലുതായിരിക്കും. അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും ക്രൂ ആയാലും എല്ലാം കുറച്ച് വലുതായിരിക്കും. കുറച്ച് ഹൈലി പ്രൊഫഷണലിസം ഒക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ അത്രയും മണി പവർ ഉള്ളതുകൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ നല്ല അറ്റ്മോസ്ഫിയറാണ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തു ആമസോൺ പ്രൈമിൻ്റെ. മനോജ് ബാജ്പേയി ആണ് ലീഡ് റോളിൽ, ഫാമിലി മാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാസം അത് റിലീസാണത്. അതുമാണ് ബോളിവുഡിൽ ചെയ്തത്. മലയാളത്തിലുണ്ട്. പിന്നെ തമിഴിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും 17 വർഷമായെന്ന് പറഞ്ഞിട്ട് ഈ വർഷമാണ് തമിഴിൽ 2 സിനിമ ചെയ്തത്. ഈ 16 വർഷത്തിനിടയ്ക്ക് എനിക്ക് തമിഴിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇത് എൻ്റെ ഒരു ഫിലിം ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു ഫിലിം. ആ ഫിലിം കണ്ടിട്ട് അവിടുത്തെ ഒരു ഡയറക്ടർ എൻ്റെ നമ്പർ അന്വേഷിച്ച് നമ്മുടെ ഇപ്പം തമിഴിൽ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് പേരാടി ഇല്ലേ, ഹരീഷ് പേരാടീനെ വിളിച്ചിട്ട് ഹരീഷ് പേരാടിയുടെ എൻ്റെ നമ്പർ എടുത്തിട്ടാണ് ഈ തമിഴ് സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് സന്തോഷം തോന്നി. അത് എൻ്റെ പേര് ബക്രീദ് എന്നാണ് ഫിലിമിൻ്റെ പേര്. അതൊരു കുഞ്ഞു ഫിലിമാണ്. പക്ഷെ എനിക്ക് ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ ചെറിയൊരു സബ്ജക്റ്റാണത്. അങ്ങനെ അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി ഒരു 6 മന്ത്സോളം. അതിപ്പോൾ ഈ മെയ് 31 റിലീസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പടത്തിൽ വർക്ക് ചെയ്ത ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് പുതിയൊരു തമിഴ് പടത്തിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഇങ്ങനെ ആ ഡയറക്ടറോട് എന്നെക്കുറിച്ച് പറയുകയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും, അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ വിളിച്ചു ആ പടത്തിന് വേണ്ടിയിട്ട്. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കുറച്ച് വലിയ സിനിമയാണെന്നുള്ളത്. അത് അജിത്താണ് അതിലെ ഹീറോ. നേർക്കൊണ്ട പാർവൈ എന്ന് പറയുന്ന ഒരു തമിഴ് ഫിലിം. അപ്പോൾ അതിലും ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വേഷത്തിൽ, ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിച്ചു. നല്ലൊരു സീക്വൻസ് ആയിരുന്നു. അതെ, അങ്ങനെ തമിഴിൽ ഭാഗ്യത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് തമിഴ്. കാരണം നമുക്ക് തമിഴിൽ ആരെയും പരിചയമില്ല. പിന്നെ അങ്ങനെ ഒരു മാനേജർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെ PR വർക്ക് ഇല്ല എനിക്ക്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഏത് ഫിലിമാണോ? അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാസ്തവം എന്ന് പറയുന്ന ഫിലിമിലെ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. ലുക്കാ ചുപ്പിയിലെ ഇഷ്ടപ്പെട്ട റോളാണ്. 1983 ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. ഈ ലെഫ്റ്റിലെ ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. അങ്ങനെ കുറേ റോൾസ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ ഇൻഡിവിജ്വലി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്ന റോളുകളാണ്. പിന്നെ ഇപ്പോൾ ചില പടത്തിൽ ഒരു സീൻ വന്നാലും ആളുകൾ പറയുന്നുണ്ട് അതിൽ നല്ല ഇതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സ്ഥിരം ഒരു പടത്തിലെ പോലീസാണെങ്കിൽ എല്ലാ പടത്തിലും പോലീസ്, ഒരു പടത്തിലെ പോസ്റ്റ്മാനാണ് എല്ലാ പടത്തിലും പോസ്റ്റ്, അങ്ങനെ ഒരു റോളില്ല എനിക്ക്. ഞാൻ വില്ലൻ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ഹ്യൂമറസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 17 വർഷമായിട്ട് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. കാരണം ഞാൻ ഒരേ ടൈപ്പ് സാധനങ്ങളാണ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തന്നെ മടുക്കുമല്ലോ, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനും മടുക്കുമല്ലോ, അയാളുടെ സെയിം സാധനമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭാഗ്യം.